ഹായ് മക്കളെ, കെമിക്കൽ ബോണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാൻഡേറ്ററി ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കുറച്ചധികം ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾസ് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളതിനെ പറ്റി മക്കൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ആറ്റോമിക് ഓർബിറ്റൽസിനെ പറ്റി ധാരണയുള്ളതാണ്. നമുക്കറിയാവുന്ന ആറ്റോമിക് ഓർബിറ്റൽസ് ആണ് എസ്, പി, ഡി, എഫ് എന്നുള്ള ആൾക്കാർ. ദേ ആർ അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ഈ ആറ്റോമിക് ഓർബിറ്റൽസ് എല്ലാവരും ഒരേ എനർജി ഉള്ളവരല്ല, അവരെല്ലാം ഡിഫറെൻ്റ് എനർജിയിലുള്ള ആൾക്കാരാണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡിഫറെൻ്റ് എനർജിയുള്ള അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജിയുള്ള ആറ്റോമിക് ഓർബിറ്റൽസിനെ ഇൻ്റർമിക്സ് ചെയ്യുകയാണ്. ഇവർ ഇൻ്റർമിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ പ്രോഡക്റ്റായിട്ട് റിസൾട്ടൻ്റായിട്ട് നമ്മൾക്ക് ഒരേ എനർജിയും ഒരേ ഷേപ്പുമുള്ള പുതിയ ഓർബിറ്റൽസിനെ കിട്ടുകയാണ്. ആ കിട്ടുന്ന ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാകും ഹൈബ്രിഡ് ഇനം വാഴത്തൈകൾ, ഹൈബ്രിഡ് ഇനം മാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഹൈബ്രിഡ് വണ്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ സാധനങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഗുണങ്ങൾ കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് ആ ഗുണങ്ങളുള്ള ഒരു പുതിയ പ്രോഡക്റ്റിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് കെമിസ്ട്രിയിൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിനെ നമ്മൾ ഇൻ്റർമിക്സ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഒരു പുതിയ ഓർബിറ്റലിനെ ഉണ്ടാക്കുന്നു. ഈ ഫിനോമിനത്തിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പേര് വിളിക്കുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് it is defined as the phenomenon of intermixing of atomic orbitals of different energies and shape to get an equal number of orbitals of equivalent energies and shape. ഒരേ എനർജിയും ഷേപ്പുമുള്ള ഓർബിറ്റൽസ്, അവരെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പേര് വിളിക്കും. ഇങ്ങനെ കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റലുകൾ എല്ലാവരും ഓൾമോസ്റ്റ് സെയിം എനർജി ഉള്ള ആൾക്കാരായിരിക്കണം. ദാറ്റ് മീൻസ് എസ്, പി, നമ്മൾ ഓർബിറ്റൽസിൻ്റെ ഓർഡറിൽ 1s 2s 2p 3s 3p എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അടുത്തടുത്തുള്ള ഓർബിറ്റൽസ് ആയിരിക്കണം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 1s ഒരിക്കലും 4pയുമായി കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല, കാരണം അത് വളരെ കൂടുതൽ എനർജി ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അടുത്തടുത്ത് എനർജി ഉള്ളവരായിരിക്കണം ഈ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർബിറ്റൽസ് ടേക്കിംഗ് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ. എത്ര ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് അത്രയും തന്നെ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു എസും ഒരു പിയുമാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഓർബിറ്റൽസ് ആണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. റിസൾട്ടൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസും 2 തന്നെയായിരിക്കും. അത് എസിൻ്റെയും പിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും. അതായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് തേർഡ് വൺ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ഇക്വാലന്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ്. നമ്മൾക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ എല്ലാത്തിൻ്റെയും ഷേപ്പ് ഇക്വാലൻ്റ് ആയിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം എനർജി ആയിരിക്കും. നമുക്കറിയാം അറ്റോമിക് ഓർബിറ്റൽസ്, ഇപ്പോൾ എസിനാണെങ്കിൽ സ്പെറിക്കൽ ഷേപ്പാണ്, പിക്കാണെങ്കിൽ ഡംബൽ ഷേപ്പാണ്, ഡിക്കാണെങ്കിൽ ഡബിൾ ഡംബൽ ഷേപ്പാണ്. അങ്ങനെ ഷേപ്പ് ഡിഫർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബട്ട് ഇവരുടെ കോമ്പിനേഷനായി ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് എപ്പോഴും ഐഡൻറ്റിക്കൽ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വാലൻ്റ് എനർജി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ബോത്ത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ക്യാൻ ഹൈബ്രിഡൈസ്. നമ്മൾ ഹൈബ്രിഡൈസേഷന് സെലക്ട് ചെയ്യുന്ന ഓർബിറ്റലുകൾ എപ്പോഴും പകുതി നിറഞ്ഞത്, ഹാഫ് ഫിൽഡ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ലോജിക്കലി പല പ്രോബ്ലംസും നമ്മൾ ചെയ്യുമ്പോൾ ഹാഫ് ഫിൽഡ് ആയിട്ട് എടുത്ത് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യാറ്. ബട്ട് ചില എക്സാമ്പിളുകളിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസും നമ്മൾ സെലക്ട് ചെയ്യുന്ന സാഹചര്യം വരും. അത് H2O NH3 പോലുള്ള മോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് വൺ, the hybrid orbitals are more effective in forming stable bonds than pure atomic orbitals. ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത് സാധാരണ അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ഹൈബ്രിഡ് ഓർബിറ്റൽസിനുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഹൈബ്രിഡൈസേഷൻ ഗീവ്സ് ഷേപ്പ് ടു ദ മോളിക്യൂൾ. ഹൈബ്രിഡൈസേഷൻ ആണ് മോളിക്യൂളിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനിലൂടെ ആ മോളിക്യൂളിൻ്റെ ജോമെട്രി നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹൈബ്രിഡൈസേഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷനും നന്നായിട്ട് നോക്കി വെക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇനി നമുക്ക് നേരെ ഈ ഹൈബ്രിഡൈസേഷൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. എന്തൊക്കെ മോളിക്യൂൾസിന് ഏതൊക്കെ ഹൈബ്രിഡൈസേഷനാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ കോമൺലി ആ ആപ്ലിക്കേഷൻസിൽ ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് ഒരു കോമൺ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡാണ് ഞാൻ ഇനീഷ്യലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതിനുവേണ്ടി നമുക്ക് BeCl2 എന്ന മോളിക്യൂളിനെ സെലക്ട് ചെയ്യാം. BeCl2 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തെ സെൻട്രൽ ആറ്റം ആരാണോ അയാളെ നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ബെറിലിയമാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആൻഡ് അറ്റോമിക് നമ്പർ ഓഫ് ബെറിലിയം ഈസ് 4. അറ്റോമിക് നമ്പർ വെച്ച് അയാളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇറ്റ് വിൽ ബി 1s2 2s2. ഇനി നമ്മൾ ഈ എഴുതിയ കോൺഫിഗറേഷൻ പ്രകാരം അയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്, അറ്റോമിക് ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓർബിറ്റൽ 1s ആണ്, സെക്കൻഡ് ഓർബിറ്റൽ 2s ആണ്. 1sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടത് ഡ്രോ ചെയ്തു. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുന്ന സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഡയഗ്രാം ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യം ഉറപ്പുവരുത്തണം, സെൻട്രൽ ആറ്റമായിട്ടുള്ള ബെറിലിയം ക്ലോറിനുമായി കമ്പൈൻ ചെയ്തതുകൊണ്ടാണ് BeCl2 മോളിക്യൂൾ ഫോം ചെയ്തത്. ഇവിടെ എത്ര ക്ലോറിനുമായിട്ടാണ് ബെറിലിയം കമ്പൈൻ ചെയ്യുന്നത്? നമുക്ക് നോക്കുമ്പോൾ അറിയാം 2 ക്ലോറിനുമായിട്ടാണ് ബെറിലിയം കമ്പൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബെറിലിയത്തിന് ക്ലോറിനുമായിട്ടുള്ള കോമ്പിനേഷൻ പോസിബിൾ ആവണമെങ്കിൽ ദേ ഷുഡ് ബി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ ബെറിലിയം. ബെറിലിയത്തിൻ്റെ കയ്യിൽ 2 പകുതി നിറഞ്ഞ ഓർബിറ്റൽ അവൈലബിൾ ആകണം. നമുക്കിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരച്ചതിൽ നിന്ന് വ്യക്തമാണ് ബെറിലിയത്തിൻ്റെ കയ്യിൽ പകുതി നിറഞ്ഞ ഓർബിറ്റൽ ഇല്ല. ഞാൻ ഈ ഡ്രോയിങ്സിൽ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് വരുത്താണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ 1sഉം 2sഉം നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം 2s എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലിൽ S എന്ന സബ് ഷെല്ല് കൂടാതെ P എന്ന സബ് ഷെൽ അല്ലെങ്കിൽ P എന്ന ഓർബിറ്റൽ കൂടി ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിനകത്ത് ഇലക്ട്രോൺസ് ഒന്നുമില്ല, അത് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് ബെറിലിയം ക്ലോറിനുമായി കമ്പൈൻ ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ ആ ബെറിലിയത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ബെറിലിയത്തിൻ്റെ 2sനകത്തുള്ള 2 ഇലക്ട്രോണിൽ ഒരെണ്ണം നേരെ 2pയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജമ്പ് ചെയ്തെത്തുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 1sനകത്ത് ഓൾറെഡി 2 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്, ഇന്നർ ഓർബിറ്റലാണ്. 2sനകത്ത് 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം 2pയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 പകുതി നിറഞ്ഞ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇപ്പോൾ റെഡിയായി. അപ്പോൾ 2 ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് റെഡിയാക്കി. നമ്മൾ ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റെപ്പുകളിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇപ്പോൾ റെഡിയാക്കി. അതിൽ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ S ആണ്, മറ്റൊരു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ P ആണ്. അപ്പോൾ നോക്കിയേ, എസും പിയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഇനി ഫോം ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് എഴുതി വരുവാണെങ്കിൽ 1s ഒരു S ഓർബിറ്റലും പ്ലസ് 1p ഒരു P ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നെയിമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നെയിം കൊടുക്കുന്നത് ഏത് ആറ്റോമിക് ഓർബിറ്റൽസിനെയാണോ നമ്മൾ കമ്പൈൻ ചെയ്യിക്കുന്നത് അവരുടെ നെയിം കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ നെയിമായി. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേര് SP എന്നാണ്. കാരണം എസും പിയും കമ്പൈൻ ചെയ്താണ് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായി എന്നുള്ളതും പ്രസക്തമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. ഇവിടെ ഒരു എസും ഒരു പിയും ആണ് കമ്പൈൻ ചെയ്തത്. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും. സോ 2sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് നമുക്കിവിടെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് 2 എണ്ണം ഉണ്ട് എന്ന് കിട്ടി. ഇനി ഇത് പ്രകാരത്തിൽ നമുക്ക് അയാളുടെ സ്ട്രക്ചർ
അയാളുടെ ഹൈബ്രിഡൈസേഷൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ സ്ട്രക്ചർ വരയ്ക്കാം. ഓൾറെഡി VSEPR തിയറി പഠിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ BeCl2 മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാവുന്നതാണ്. BeCl2 മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ വരാം ഇങ്ങനെയാണ്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ലീനിയർ സ്ട്രക്ചർ ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഇതാണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ വരാം. ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് മോളിക്യൂൾ അല്ലെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണോ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേര് അതാണ് അയാളുടെ ഹൈബ്രിഡൈസേഷൻ. ദാറ്റ് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദറ്റ് മോളിക്യൂൾ. സോ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടുക SP ഹൈബ്രിഡൈസേഷൻ എന്നാണ്. SP ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുകളിൽ വരച്ചിരിക്കുന്ന ഡയഗ്രാം, ഈ ഡയഗ്രാം VSEPR തിയറി പ്രകാരമുള്ള ഡയഗ്രമാണ്. ബട്ട് സ്കൂളിൽ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതിനകത്ത് ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെ നമ്മൾ സിംഗിൾ ബോണ്ടായിട്ട് വരച്ചിരിക്കുന്നത് അത് ഹൈബ്രിഡ് ഓർബിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സാർ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പ്. 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ബെർലിയത്തിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ബെർലിയത്തിലെ ഹൈബ്രിഡ് ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്യുന്നത് ക്ലോറിൻ്റെ P ഓർബിറ്റലാണ്. ക്ലോറിൻ്റെ P ഓർബിറ്റൽ. അപ്പോൾ ഇങ്ങനെയാണ് അയാളുടെ ഷേപ്പ് വരാം. ഇവിടെ ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് 2 സിഗ്മ ബോണ്ട്. 2 സിഗ്മ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽ എപ്പോൾ വരയ്ക്കുമ്പോഴും നമ്മൾ ഈ വരച്ച ഷേപ്പിൽ തന്നെ, ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഷേപ്പിൽ തന്നെ വേണം ഹൈബ്രിഡ് ഓർബിറ്റൽ വരയ്ക്കാനായിട്ട്. മുകളിൽ അതൊന്ന് റെഫായിട്ട് ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതേ ഓർഡർ ഫോളോ ചെയ്തിട്ട് വേണം മക്കൾ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സെൻട്രൽ ആറ്റം, പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതിനുശേഷം ഹൈബ്രിഡ് ഓർബിറ്റൽസ് എത്ര എണ്ണം ഫോം ചെയ്തു, അവരുടെ പേരെന്താണ്, ദെൻ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ, ബോണ്ട് ആംഗിൾ, ഷേപ്പ്, ആൻഡ് ഫൈനലി ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തു. ഇനി എല്ലാ എക്സാമ്പിൾസും അതിൻ്റെ സെയിം ഫോമാറ്റിലാണ്. സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BeCl3 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് സെൻട്രൽ ആറ്റം ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ബോറോൺ ആണ്. അയാളുടെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി 1s2 2s2 2p1. എന്നിട്ട് ആ കോൺഫിഗറേഷൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ വരയ്ക്കൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 1 ഇലക്ട്രോണാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മളുടെ മോളിക്യൂളിലേക്ക് ഒന്നൊന്നുകൂടെ നോക്കണം. ബോറോൺ എത്ര ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്? 3 ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ദേ ഷുഡ് ബി 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ. 3 പകുതി നിറഞ്ഞ ഓർബിറ്റൽ ബോറോണിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം 1 ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ അവൈലബിൾ ആവുള്ളൂ. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2sലുള്ള 1 ഇലക്ട്രോണിനെ നമ്മൾ ജമ്പ് ചെയ്യിക്കുന്നു. ആൻഡ് വി വിൽ ഗെറ്റ് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. 2pയിലേക്ക് 1 ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ 3 പകുതി നിറഞ്ഞ ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം 1 Sഉം 2 Pയുമാണ് ഇവിടെ ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഹൈബ്രിഡൈസേഷന് വിധേയമാകുന്നത്. 1s ആൻഡ് 2p ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷന് വിധേയമാവും. ആൻഡ് ഹെൻസ് അവിടെ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേര് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ്റെ പേരും sp2 ഹൈബ്രിഡൈസേഷൻ എന്നാണ്. അപ്പോൾ ഇതുവരെ പ്രോപ്പറായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ബാക്കി ഡയഗ്രാം മറ്റ് സൈഡുകളൊക്കെ നമ്മൾ VSEPRൽ പഠിച്ചിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. നമ്മൾ നേരെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നു. നമുക്കറിയാം 3 ബോണ്ട് പെയറും ലോൺ പെയറും ഒന്നും ഇല്ലാത്ത സ്ട്രക്ചർ വന്നാൽ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാറാണ്. ട്രയഗണൽ പ്ലാനാറിൻ്റെ ഡയഗ്രാം ഇവിടെ തന്നിട്ടുള്ളത് എന്താ, നമ്മുടെ ബെൻസിൻ്റെ ചിഹ്നം പോലെയോ അല്ലെങ്കിൽ സമൂസേൻ്റെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 120 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ തന്നിട്ടുള്ള ഡയഗ്രാം ഹൈബ്രിഡ് ഓർബിറ്റൽ വെച്ചിട്ടുള്ള ഡയഗ്രമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം തന്നിട്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡൈസ്ഡ് ഫോം, സെക്കൻഡ് വൺ ഈസ് VSEPR. VSEPR വെച്ചിട്ടുള്ളത് വരച്ചിട്ടുണ്ട്, അതുപോലെ ഹൈബ്രിഡൈസ്ഡ് ഫോം വരച്ചിട്ടുണ്ട്. മുകളിൽ വരച്ചിരിക്കുന്നതിൽ ബോറോണിൽ നിന്ന് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, ക്ലോറിൻ്റെ P ഓർബിറ്റൽ അതുമായി ബോണ്ട് ചെയ്യുന്ന ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിളിൽ sp2 ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ കവർ ചെയ്തത്. ആൻഡ് തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് CH4 മോളിക്യൂളാണ്. സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് സെൻട്രൽ ആറ്റം ഐഡൻറ്റിഫൈ ചെയ്യുക. സെൻട്രൽ ആറ്റം കാർബൺ ആണ്.
അതിനുശേഷം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് അയാളുടെ കോൺഫിഗറേഷൻ എഴുതുക. ഇറ്റ് ഈസ് 1s2 2s2 2p2. അത് പ്രകാരം അയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ ഡ്രോ ചെയ്യാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ 2pയിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്, 2 പകുതി നിറഞ്ഞ ഓർബിറ്റലായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോളിക്യൂളിലേക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം 4 ഹൈഡ്രജനുമായിട്ടാണ് കാർബൺ കമ്പൈൻ ചെയ്യുന്നത്. സോ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ, പകുതി നിറഞ്ഞ ഓർബിറ്റൽ കാർബണിൻ്റെ കയ്യിലുണ്ടാവണം. നിലവിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാകെ 2 പകുതി നിറഞ്ഞ ഓർബിറ്റൽ മാത്രമേ കാർബണിൻ്റെ കയ്യിലുള്ളൂ. സോ എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2sലെ ഒരു ഇലക്ട്രോൺ നേരെ 2pയിലേക്ക് ജമ്പ് ചെയ്യും. ആൻഡ് ദ പ്രൊഡക്റ്റ് വിൽ ബി 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. പകുതി നിറഞ്ഞ 4 ഓർബിറ്റൽ 4 ഹൈഡ്രജനുമായി ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. നമ്മൾ എന്ത് ചെയ്യും? ആ 4 ഓർബിറ്റലിനെയും ഹൈബ്രിഡൈസേഷന് വിധേയമാക്കും. ദാറ്റ് മീൻസ് ഒരു എസ് ഓർബിറ്റൽ ഇയാൾ, അതുകൂടാതെ 3 പി ഓർബിറ്റൽ, ഇവന്മാർ 3 പേര്, ഇത്രയും പേര് ഹൈബ്രിഡൈസേഷന് വിധേയമാവും. ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 4 എണ്ണം നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് കോൾഡ് sp3 ഹൈബ്രിഡൈസേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്താണോ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേര് അത് തന്നെയാണ് ഹൈബ്രിഡൈസേഷൻ്റെ പേര് വരാം. ആൻഡ് ആസ് പെർ ദാറ്റ് 4 ബോണ്ട് പെയർ ആണുള്ളത്. അത് പ്രകാരം നമ്മൾ സ്ട്രക്ചർ ഡ്രോ ചെയ്തിരിക്കുന്നു. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ബോണ്ട് ആംഗിളും കൂടെ നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ബോണ്ട് ആംഗിൾ വിൽ ബി 109.5 ഡിഗ്രി, 109.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ വരിക. തൊട്ട് മുകളിൽ ആ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിനെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിന് പകരം ഹൈബ്രിഡ് ഓർബിറ്റൽ വരയ്ക്കുന്നു. എച്ചിൻ്റെ എസ് ഓർബിറ്റലും വരച്ചിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ എക്സാമ്പിൾ ഓഫ് CH4. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒറ്റ ഫോർമാറ്റിൽ തന്നെയാണ്, സെയിം കൺസെപ്റ്റിലാണ് ചെയ്തു വന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും വൃത്തിയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെത്തിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് NH3 മോളിക്യൂൾ. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് NH3 മോളിക്യൂൾ. സോ സെയിം ഫോർമാറ്റ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ സെൻട്രൽ ആറ്റം. നൈട്രജൻ ആണെന്ന് കിട്ടി. അയാളുടെ കോൺഫിഗറേഷൻ എഴുതി 1s2 2s2 2p3. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ 2pയിൽ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ ലഭ്യമാണ്. ഇനി നമ്മൾ മോളിക്യൂളിലേക്ക് വരുന്നു. മോളിക്യൂൾ നോക്കുമ്പോൾ നമുക്കറിയാം നൈട്രജൻ കമ്പൈൻ ചെയ്യുന്നത് 3 ഹൈഡ്രജനുമായിട്ടാണ്. ദാറ്റ് മീൻസ് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് നൈട്രജൻ്റെ അവൈലബിൾ ആയിരിക്കണം. നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ ഓൾറെഡി 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ നൈട്രജൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ശരിക്കും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഇതിനു മുമ്പ് കണ്ട എക്സാമ്പിളിലെല്ലാം ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിനെ മാത്രമാണ് നമ്മൾ ഹൈബ്രിഡൈസേഷന് വിധേയമാക്കിയത്. ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മളൊരു പോയിന്റും കൂടെ പഠിച്ചിരുന്നു. ഹാഫ് ഫിൽഡ് മാത്രമല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷന് വിധേയമാവും. സോ ഈ കേസിൽ 2pയിലുള്ള 3 ഇലക്ട്രോൺസ് കൂടാതെ, അല്ലെങ്കിൽ 2p ഓർബിറ്റൽ കൂടാതെ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ 2s ഓർബിറ്റലും ഹൈബ്രിഡൈസേഷന് വിധേയമാവും. അപ്പോൾ 4 അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷന് വിധേയമാവും, ഒരു എസും 3 p ഓർബിറ്റൽസും. ആൻഡ് ദ റിസൾട്ടന്റ് ഈസ് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 4 പേര് ഹൈബ്രിഡൈസേഷന് വിധേയമാവുന്നുണ്ട്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് നമുക്ക് കിട്ടുക. ആ 4 പേരുടെയും പേരെന്താണ്? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് തന്നെയാണ്. ആൻഡ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി നമുക്ക് നേരെ NH3ൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഓൾറെഡി നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് പഠിച്ച സമയത്തും VSEPR പഠിച്ച സമയത്തൊക്കെ NH3ൻ്റെ സ്ട്രക്ചർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരിക്കും. NH3ൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പിരമിഡൽ ഷേപ്പാണ്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ബോണ്ട് ആംഗിളും കൃത്യമായിട്ട് സ്പെസിഫിക് ആക്കണം. ഇവിടെ താഴെ 107 ഡിഗ്രി എന്ന ബോണ്ട് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മുകളിൽ ആ ലോൺ പെയറിനെ കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് കാണിക്കണം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഡയഗ്രം തന്നിട്ടുണ്ട്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽ അതിനകത്ത് നമ്മൾ വരയ്ക്കണം. അതിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആയിരിക്കും. നാലാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിനകത്ത് ഇവിടെ ഇലക്ട്രോൺസ് ആണ് നമുക്ക് നിലനിൽക്കുന്നത്. ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ്. ബാക്കി 3-നകത്തും നമുക്ക് കാണാൻ പറ്റുക ഹൈഡ്രജൻ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് NH3ൻ്റെ ഡയഗ്രം.
പിന്നെ അതിൻ്റെ ബോണ്ട് ആംഗിൾ റെപ്രസെൻ്റ് ചെയ്തോളണം, അതുപോലെ അയാളുടെ ഹൈബ്രിഡൈസേഷനും കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തോളണം. ഇത് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ആൻസറിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ. ഇതിൻ്റെ റീസൺ എന്താണെന്ന്, ബാക്കിയുള്ളവരിൽ നിന്ന് ഇയാൾക്കുള്ള വ്യത്യാസം എന്താണെന്ന് കൂടെ നമ്മൾ സ്പെസിഫിക് ആക്കണം. അതാണ് തൊട്ട് മുമ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് വേറൊന്നുമല്ല, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 4 എണ്ണത്തിൽ 3 എണ്ണം പകുതി നിറഞ്ഞ ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ബാക്കിയുള്ള ഒരെണ്ണത്തിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യും. ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ എന്ന് പറഞ്ഞൊരു കീ പോയിന്റ് നമ്മൾ VSEPR പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ബോണ്ട് പെയേഴ്സിനെ അത് കുറച്ചും കൂടെ ഒന്ന് ക്ലോസർ ആക്കി മാറ്റും. ആക്ച്വലി 4 ബോണ്ട് പെയർ വരുന്ന സമയത്ത് 109.5 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരേണ്ട ഒരു മോളിക്യൂളിൽ ആ 4 എണ്ണത്തിൽ ഒരാൾ ലോൺ പെയർ ആയതുകൊണ്ട് ആ ബോണ്ട് ആംഗിൾ സ്ലൈറ്റ്ലി ക്ലോസർ ആവും. ആൻഡ് ദ ബോണ്ട് ആംഗിൾ വിൽ ബി 107 107 ഡിഗ്രിയാണ് ഇവിടെ ബോണ്ട് ആംഗിൾ ആവുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രോപ്പറായിട്ട് എഴുതി കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിനുശേഷം അതിൻ്റെ റീസൺ കൂടെ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് വിത്ത് 1s ഓർബിറ്റൽ ഓഫ് 3H atoms to give 3NH sigma bonds. 3 നൈട്രജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിങ്ങിലൂടെ പോസിബിൾ ആവുന്നു. ഫുള്ളി ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ റിമെയിൻസ് ആസ് ലോൺ പെയർ. അത് ലോൺ പെയർ ആയിട്ടാണ് ആ ഫുള്ളി ഫിൽഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ നമ്മുടെ ഡയഗ്രത്തിലും എക്സിസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നമ്മുടെ കീ പോയിന്റ് LP-BP പോയിന്റ് എഴുതിയിട്ട് ദ ബോണ്ട് പെയർസ് വിൽ ബി സ്ലൈറ്റ്ലി ക്ലോസർ എന്നും കൂടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. കാരണം അത് കുറച്ചുകൂടെ അടുത്ത് നിന്നതുകൊണ്ടാണ് അയാളുടെ ബോണ്ട് ആംഗിൾ 109.5 നിന്ന് 107 റെഡ്യൂസ് ആയത്. അല്ലെങ്കിൽ ആ ഒരു റിപ്പൾഷൻ ഉള്ളതുകൊണ്ടാണ് അത് അടുത്തടുത്ത് വന്നത്. ഈ ഒരു പോയിന്റും കൂടെ എഴുതുമ്പോഴാണ് NH3 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ കംപ്ലീറ്റ് ആവുക. ആൻഡ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് NH3 മോളിക്യൂൾ ഈസ് sp3. റീസൺ ഫോർ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത എക്സാമ്പിൾ, ഇറ്റ് ഈസ് വാട്ടർ മോളിക്യൂൾ, H2O മോളിക്യൂൾ. സെയിം ഫോർമാറ്റിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ 1s2 2s2 2p4. ആ കോൺഫിഗറേഷൻ പ്രകാരം നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡയഗ്രത്തിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റിനകത്ത് 4 ഇലക്ട്രോൺസ് ആണ് അയാളുടെ 2p ഓർബിറ്റലിനകത്ത് ഉണ്ടാവുക. അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ ഞാൻ ഇതിനകത്ത് തന്നെ വരച്ചിട്ടുണ്ട്. 4ാമത്തെ ഇലക്ട്രോൺ യെല്ലോ കളറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഇലക്ട്രോൺ ആണ് 2p ഓർബിറ്റലിലുള്ളത്. അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 പകുതി നിറഞ്ഞ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ 2pയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം H2O മോളിക്യൂളിൽ ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നത് 2 ഹൈഡ്രജനുമായിട്ടാണ്. സോ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ് ഓക്സിജന് വേണ്ടത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ. അത് ഓൾറെഡി ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ആക്ച്വലി പുതിയ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഒന്നും നമുക്ക് എക്സൈറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു p ഓർബിറ്റലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു s ഓർബിറ്റലും ഇവന്മാർ 2 പേരും ഇവിടെ ഹൈബ്രിഡൈസേഷന് വിധേയമാകും. അപ്പോൾ എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു S, പിന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു p, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2p, മൊത്തം 4 പേര് ഹൈബ്രിഡൈസേഷന് വിധേയമാവും. ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. ആ 4 പേരുടെയും പേരെന്താ വരാ? sp3. കാരണം ഒരു എസും 3 പിയും ആണ് ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കുന്നത്. ദാറ്റ്സ് വൈ നെയിം ഓഫ് ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ sp3 ആൻഡ് ദ നെയിം ഓഫ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്കിവിടെ കിട്ടാം. NH3 പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ H2Oയിലും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. നമുക്കറിയാം വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ബെൻഡ് ഷേപ്പാണ്. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും അതിനകത്ത് വരണം. ആൻഡ് ദ ബോണ്ട് ആംഗിൾ വിൽ ബി 104.5 104.5 ആണ് അയാളുടെ ബോണ്ട് ആംഗിൾ വരുന്നത്. മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഹൈബ്രിഡൈസ്ഡ് ഡയഗ്രമാണ്. സിംഗിൾ ബോണ്ടിന് ഒരു ലൈൻ വരയ്ക്കുന്നതിന് പകരം ഹൈബ്രിഡൈസ്ഡ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ച് വേണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഇനി എങ്ങനെ വാട്ടർ മോളിക്യൂളിന് sp3 ഹൈബ്രിഡൈസേഷൻ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നേരത്തെ NH3 റീസൺ ഒക്കെ പഠിച്ചതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എത്രയേ ഉള്ളൂ? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 2 എണ്ണം
ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഹൈഡ്രജനുമായിട്ട് OH സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. ഓക്സിജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. 2 ഹൈബ്രിഡ് ഓർബിറ്റലിലാണെങ്കിൽ 2 ഇലക്ട്രോൺ ജോഡി നമ്മളിത് ഇവിടെ കാണുന്നുണ്ടല്ലോ, 2s ഒരെണ്ണം 2p ഒരെണ്ണം, അതിൽ ഓൾറെഡി ഫുള്ളി നിറഞ്ഞ ഇലക്ട്രോൺ പെയർ ഉണ്ട്. അവർ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലോൺ പെയറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ബോണ്ട് പെയറുകൾ കുറച്ചും കൂടെ ക്ലോസർ ആവും. അതുകൊണ്ടാണ് 109.5 എന്ന ബോണ്ട് ആംഗിളിൽ നിന്ന് 104.5 എന്ന ബോണ്ട് ആംഗിളിലേക്ക് അത് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് എത്തിച്ചേരുന്നത്. അതാണ് നമുക്ക് റീസൺ ആയിട്ട് എഴുതേണ്ടത്. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് വിത്ത് 1s orbital of 2 hydrogen atoms to give 2 OH sigma bond. 2 OH sigma bond ആണ് ഫോം ചെയ്യുക. കാരണം 2 ഹൈഡ്രജൻ ആണ് അവിടെ ഉള്ളത്. ബാക്കി 2 ഹൈബ്രിഡ് ഓർബിറ്റൽ 2 hybrid orbitals remains as lone pair. Since LP-LP repulsion is greater than LP-BP repulsion, which is greater than BP-BP repulsion, bond pairs will be slightly closer. Bond പെയറുകൾ കുറച്ചും കൂടെ ക്ലോസർ ആയിരിക്കും. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ H2O മോളിക്യൂളിൻ്റെ എക്സ്പ്ലനേഷൻ സൈഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ SP, SP2, SP3 ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് PCl5 മോളിക്യൂൾ. PCl5 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തു പോവാം. സെൻട്രൽ ആറ്റം ഐഡൻറ്റിഫൈ ചെയ്തു, ഫോസ്ഫറസ്. അയാളുടെ അറ്റോമിക് നമ്പർ 15 ആണ്. സോ കോൺഫിഗറേഷൻ 3s2 3p3 അവസാനിക്കുന്ന കോൺഫിഗറേഷൻ ആയിരിക്കും. നമ്മൾ അയാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ 3sൽ 2 ഇലക്ട്രോൺ, 3pയിൽ 3 ഇലക്ട്രോൺ, അങ്ങനെ നിലവിൽ 5 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ഫോസ്ഫറസുമായി കമ്പൈൻ ചെയ്ത ക്ലോറിനുകളുടെ എണ്ണം നോക്കാം. 5 ക്ലോറിനാണ് ഫോസ്ഫറസുമായിട്ട് കമ്പൈൻ ചെയ്തത്. ആ 5 ക്ലോറിനെ ഫോസ്ഫറസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടാവണം. നിലവിൽ നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് 5 എണ്ണമാക്കാൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? 3sലുള്ള ഒരു ഇലക്ട്രോണിനെ നേരെ ജമ്പ് ചെയ്യിക്കും. 3pയിൽ ജമ്പ് ചെയ്യിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇറ്റ് വിൽ ജമ്പ് ടുവേർഡ്സ് 3d ഓർബിറ്റലിലേക്കാണ് ജമ്പ് ചെയ്യുക. ഇപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഇവിടെ അവൈലബിൾ ആയി. അപ്പോൾ ഒരു എസും 3 പിയും ഒരു ഡിയും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അവർ ഇൻ്റർമിക്സ് ചെയ്ത് അവരിൽ നിന്ന് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ 5 പേര് കമ്പൈൻ ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ എണ്ണം 5 എണ്ണമായിരിക്കും. സോ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. അവർക്ക് നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പൈൻ ചെയ്തവരുടെ പേരുകൾ കൂട്ടിയാണ് നമ്മൾ അവർക്ക് പേരിടുക. എസും 3 പിയും ഡിയും ആണ് കമ്പൈൻ ചെയ്തത്. സോ നെയിം ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ sp3 d hybrid orbitals and hybridization is sp3d hybridization. ഇനി നേരെ നമ്മൾ PCl5ൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ട്രയഗണൽ ബൈപിരമിഡൽ. കറക്റ്റായിട്ട് ആക്സിയൽ ബോണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ടും റെപ്രസെൻറ്റ് ചെയ്യുക. അതിനുശേഷം അയാളുടെ ഹൈബ്രിഡ് ഡയഗ്രാം പറ്റുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഡയഗ്രാം വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോറിൻ ആയതുകൊണ്ട് പി ഓർബിറ്റൽ, ഡംബൽ ഷേപ്പിലുള്ള പി ഓർബിറ്റലാണ് ഔട്ടർ ഉണ്ടാവുക. ഹൈബ്രിഡ് ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്യുന്നത് ആ പി ഓർബിറ്റൽ ആയിരിക്കും എന്നുള്ള നിലയിൽ വരച്ചാൽ മതി. നെയിം, ഷേപ്പും ജോമെട്രിയും അതുപോലെ ഹൈബ്രിഡൈസേഷനും എഴുതി കഴിഞ്ഞാൽ ഈ എക്സാമ്പിളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ PCl5ൻ്റെ കേസിൽ ഇതിനൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടെ അഡീഷണൽ ആയിട്ട് വരാറുണ്ട്. അത് വേറൊന്നുമല്ല, PCl5ൽ നമുക്കറിയാം PCl5ൻ്റെ ബോണ്ടിങ് പരിശോധിക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ബോണ്ടാണ് നമുക്ക് PCl5ൽ കാണാനായിട്ട് പറ്റുക. PCl5ൻ്റെ ഒരു റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് PCl5ലെ ഫോസ്ഫറസ്. മുകളിലേക്കും താഴേക്കും 2 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 3 ബോണ്ടുകൾ ഇങ്ങനെയും ക്ലോറിനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് മുകളിലേക്കും താഴത്തേക്കുമുള്ള ഈ ബോണ്ടിനെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ആക്സിയൽ ബോണ്ട്. ഈ നടുക്ക് കാണുന്ന 3 ബോണ്ടുകൾക്ക് നമ്മളൊരു പേര് വിളിക്കും. ആ ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റോറിയൽ ബോണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരാറുള്ള ചോദ്യം, ആക്സിയൽ ബോണ്ട് സഫർ മോർ റിപ്പൾഷൻ ഫ്രം ഇക്വിറ്റോറിയൽ ബോണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ എൻഡ് ആഫ്റ്റർ ദാറ്റ് റിപ്പൾഷൻ എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വരാറുള്ളത് PCl5 മോളിക്യൂൾ ഈസ് വെരി റിയാക്റ്റീവ്. അത് ഭയങ്കര റിയാക്റ്റീവാണ്. വൈ? എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ ആക്സിയൽ ബോണ്ടുകൾ, ഈ 2 ക്ലോറിൻ ആറ്റവും
ഈ ഇക്വിറ്റോറിയൽ ബോണ്ടിൽ നിന്ന് കൂടുതൽ റിപ്പൾഷൻ കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ റിപ്പൾഷൻ കൂടുന്നത് കൊണ്ട് അതിൻ്റെ ലെങ്ത് ഓൾറെഡി കൂടുതലാണ്. ആൻഡ് ഓൾസോ ആ ബോണ്ട് സ്ലൈറ്റ്ലി വീക്കറാണ്. അങ്ങനെ വീക്കർ ആയതുകൊണ്ട് ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഈ 2 ക്ലോറിനും നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് PCl5 ചെറിയ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ പോലും അത് ബ്രേക്ക് ചെയ്ത് 2 ക്ലോറിൻ റിലീസായി, ക്ലോറിൻ മോളിക്യൂൾ അതിൽ നിന്ന് റിലീസാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഒരു കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതാറ്. PCl5 റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് PCl3 + Cl2 എന്ന രീതിയിൽ കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ Cl2 എന്ന് പറയുന്ന സാധനം ഈ Cl2 എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് റിലീസാവുന്ന ക്ലോറിനാണ്. അപ്പോൾ ആക്സിയൽ ബോണ്ട് പെയർസ് സഫേഴ്സ് മോർ റിപ്പൾഷൻ ഫ്രം ദിസ് ഇക്വിറ്റോറിയൽ ബോണ്ട്സ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ലെങ്തിയർ ആൻഡ് ഓൾസോ വീക്കർ. അതുകൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻ ഇവിടെ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് PCl5 മോർ റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിനോടൊപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആക്സിയൽ ഇക്വിറ്റോറിയൽ ബോണ്ടുകളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഈ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് പറ്റണം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് SF6 മോളിക്യൂളാണ്. സെയിം ഫോമാറ്റ് നമുക്ക് പിടിക്കാം. ഫസ്റ്റ് സെൻട്രൽ ആറ്റം സൾഫർ ഐഡൻറ്റിഫൈ ചെയ്തു. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതാണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3s2 3p4 എന്നാണ് അവസാനിക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ ഡ്രോ ചെയ്തു 3s3p. അപ്പോൾ ഇതിനകത്ത് 3pയിൽ നിലവിൽ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കാണാനായിട്ട് പറ്റുക. നമ്മൾ മോളിക്യൂളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 6 ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് 6 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിൻ്റെ അവൈലബിലിറ്റി സൾഫറിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 3sലും 3pയിലുള്ള ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കും. എക്സൈറ്റഡ് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ 3sലും 3pയിലുള്ള ഇലക്ട്രോൺസ് നേരെ 3dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് വി വിൽ ഗെറ്റ് 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യാനുള്ള ബേസ് ഇവിടെ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ 6 അറ്റോമിക് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിട്ട് ഫോം ചെയ്യുന്നു. അവർ 6 പേരെ നമ്മൾ ഇന്റർമിക്സ് ചെയ്യുന്നു. 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നു. 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. അവരുടെ എല്ലാവരുടെയും പേരെന്താ? sp3d2. കമ്പൈൻ ചെയ്തവരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നെയിം ചെയ്യുക. sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇനി അയാളുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ VSEPR തിയറിയിൽ നമ്മൾ പഠിച്ചതുപോലെ അയാളുടെ സ്ട്രക്ചർ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചറാണ്. ബോണ്ട് ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളത് നമ്മുടെ VSEPRൽ നമ്മൾ പഠിച്ച സെയിം സ്ട്രക്ചർ. മുകളിൽ നമ്മൾ അതിൻ്റെ ഹൈബ്രിഡൈസ്ഡ് വേർഷൻ വരച്ചിരിക്കുന്നു. ഹൈബ്രിഡ് ഓർബിറ്റൽസ് അതുപോലെ അതുമായി കമ്പൈൻ ചെയ്യുന്നത് ഫ്ലൂറിൻ്റെ p ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ടാണ് ആ ഡയഗ്രാം ഈ രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ sp, sp2, sp3, sp3d, sp3d2 5 ഹൈബ്രിഡൈസേഷൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച എല്ലാ എക്സാമ്പിൾസിൻ്റെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ H2O NH3ൻ്റെ റീസണും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവണം.